ഹലോ നമസ്കാരം. എത്രയും പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നോമാഡിക് വിഷൻ ഡയറീസിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അഷ്ടമുടി എക്സ്പെഡിഷൻ കൂത്താട്ടുകുളം KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി നടക്കുന്ന അഷ്ടമുടി എക്സ്പെഡിഷൻ കൊല്ലം എക്സ്പെഡിഷൻ്റെ ഭാഗമായി എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളാണ്. അതാ ഒരാളുടെ തൊപ്പി എങ്ങോ പോയി, കാറ്റാണ്, പട്ടം പറത്തുന്ന സുഹൃത്തുക്കളുണ്ട്. അപ്പോൾ വളരെ ഉത്സാഹവതിയായിട്ട് നിൽക്കുകയാണ്. എഗൻസ്റ്റ് ലൈറ്റ് ആയതുകൊണ്ട് ഞാൻ കടലിൽ ഇറങ്ങി നിന്ന് വ്ളോഗ് ചെയ്യാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. ഞാൻ കടലിൽ പോവാതെ അവർ സൂക്ഷിച്ചോളും. എന്നാലും കടലിൽ പോയാൽ ഇവരാണ് ഉത്തരവാദികൾ. അതാണ്. അപ്പോൾ അവരൊക്കെ പേടിയുണ്ട്. കാരണം അവർ ഫോൺ വിളിക്കണ കണ്ടാ. അപ്പോൾ അത് അല്പം ഡേഞ്ചറാണ് എന്നർത്ഥം. അത് വളരെ ഡേഞ്ചറായിട്ടുള്ള ഭാഗത്താണ് നമ്മൾ നിന്നത്. അതുകൊണ്ട് അവർ നമുക്ക് മുന്നറിയിപ്പ് തരുന്നതാണ്. അതുകൊണ്ട് ഒരു കാരണവശാലും ഒരു കുട്ടി പട്ടം പറത്തുകയാണ്. പട്ടം എത്രയെങ്കിലും ഉയരെ പാറി പറക്കുന്നു. അത് സമർത്ഥമായി നിയന്ത്രിച്ചുകൊണ്ട് ആ പൈതൽ അവിടെ നിലകൊള്ളുകയാണ്. മക്കളെ എന്ന പേര് ആദർശ്. ഒരു സമർത്ഥനായ പട്ടം പറത്തൽ വീരനാണ് എന്ന് നമുക്ക് വിശ്വസിക്കാം. ഓക്കെ, ബായ്. നമ്മളെ സമർത്ഥയായ കൂത്താട്ടുകുളം KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി വന്ന യാത്രിക സരോജിനി ഹരിദാസ് എത്ര സമർത്ഥമായി പട്ടം പറത്തുന്നു എന്ന് നോക്കുക. ഇനി ഇങ്ങനെയുള്ള പട്ടം പറത്തൽ മാത്രമല്ല, വിമാനം പോലും വേണ്ടി വന്നാൽ ഞങ്ങൾ പറത്തും. ആണ് എത്ര ഉയരത്തിൽ നിൽക്കുന്നു എന്ന് നോക്കുക. പട്ടം പോലും ഇതിൽ ചിലപ്പോൾ കിട്ടാൻ സാധ്യത ഉണ്ട് എന്നേ പറയാൻ പറ്റൂ. കണ്ടാൽ ഭാഗ്യം കാണുമായിരിക്കാം. അതാ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ട് സമർത്ഥയായ പട്ടം പറത്തക്കാർക്ക് അഭിനന്ദനം. ഹലോ സുഹൃത്തുക്കളെ, നമസ്കാരം. കൂത്താട്ടുകുളം KSRTCയുടെ ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി അഷ്ടമുടി കായൽ എക്സ്പെഡിഷൻ കഴിഞ്ഞ ശേഷം കൊല്ലം ബീച്ച്, തങ്കശ്ശേരി ബീച്ച് കാണുന്നതിനുമായി വേണ്ടി എത്തിയിരിക്കുന്ന സുഹൃത്തുക്കളാണ്. കൂത്താട്ടുകുളത്ത് നിന്ന് വന്ന സുഹൃത്തുക്കളാണ്. കണ്ടോ, സരോജിനി ഹരിദാസ്. അതിന് പോരായ്മ അതിനിപ്പുറത്ത് നിൽക്കുന്നത് നമ്മുടെ സോഫിയ ഫിലിപ്പ്. കണ്ടോ, ഒന്ന് വണങ്ങിയത് കണ്ടോ, അതാണ്. ഇനി ആ തൊപ്പിയും കൂടെ വെച്ചാൽ അസിൽ മദാമ. പക്ഷേ തൊപ്പി പോയി, അത് കുഴപ്പമില്ല, അത് പോയി നോക്കിയെടുത്തുകൊണ്ട് വരും, അതിന് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ അത് കാര്യം വളരെ ഭംഗിയാണ്. നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെയും ഡേഞ്ചറാണ് കടൽ. എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഇവർ രണ്ടുപേരും ഉത്തരവാദികളാവും. ഒന്നും സംഭവിക്കില്ല. വിസിലടിക്കും ചിലപ്പം. ഇവിടെ സുരക്ഷാ ജീവനക്കാർ വിസിലടിക്കും. ഇവിടെ നിന്ന് ഇറങ്ങാൻ പാടില്ല. അവരെയും കുറ്റം പറയാൻ നോക്കില്ല. കാരണം ഡേഞ്ചറായിട്ടുള്ള ഏരിയയാണ്. ഇവിടെയൊക്കെ സുരക്ഷിതത്വം നോക്കേണ്ട പൂർണ്ണ ചുമതല കൊല്ലം ബീച്ചിൽ എത്തി നിൽക്കുകയാണ് ഞങ്ങൾ. കൊല്ലം ബീച്ചിൽ എത്തി നിൽക്കുന്നത് കൂത്താട്ടുകുളം KSRTC ബഡ്ജറ്റ് ടൂറിസത്തിൻ്റെ ഭാഗമായി എത്തിച്ചേർന്ന സുഹൃത്തുക്കളാണ്. അഷ്ടമുടി കൊല്ലം എക്സ്പെഡിഷനായിരുന്നു ഉദ്ദേശം. ഇന്ന് രാവിലെ തിരിച്ചതാണ്. രാവിലെ 6 മണിക്ക് കൂത്താട്ടുകുളം ട്രാൻസ്പോർട്ട് ബസ് സ്റ്റാൻഡിൽ നിന്ന് തിരിക്കുകയും ഇപ്പോൾ കൊല്ലം ബീച്ചിൽ എത്തി കൊല്ലം ബീച്ച് ആസ്വദിച്ചു. ഇപ്പോൾ 6-6:30 മണിയോളമായി. അതുകൊണ്ട് ഇനി എല്ലാവരും മടങ്ങാനുള്ള തത്രപ്പാടിലാണ്. നമ്മുടെ ബസ്സാണ് ബാക്കിൽ നിൽക്കുന്നത്. ഇപ്പോൾ പോകാൻ ഉള്ള സമയമായി കഴിഞ്ഞു. എല്ലാവരും പോകാനുള്ള മൂഡിലാണ്.
അതിനിടയിൽ ചില സുഹൃത്തുക്കൾ ഫോട്ടോ എടുക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ബീച്ചിൽ ഇപ്പോഴും നല്ല തിരക്കാണ്. ആൾക്കാർ വരുന്നു പോയി നിൽക്കുന്നു. പ്രത്യേകിച്ചും ചൂട് ഉഷ്ണമായതുകൊണ്ട് 6 മണിയൊക്കെ കഴിയുമ്പോഴാണ് അത്യാവശ്യം തണുത്ത ഒരു അന്തരീക്ഷം സംജാതമാകുന്നത്. അപ്പോൾ ധാരാളം ആക്ടിവിറ്റികൾ നടക്കുന്നു. അവിടെ പട്ടം പറത്തുന്നത് കാണാം. ബീച്ചിൽ പലവിധ കച്ചവടങ്ങൾ പുരോഗമിക്കുന്നു. ആളുകൾ ബഹുഭൂരിപക്ഷം ബീച്ചിലാണ്, ആരും ഇങ്ങോട്ട് കയറിയിട്ടില്ല. നമുക്ക് പോകാൻ സമയമായതുകൊണ്ട് എല്ലാവരും റെഡിയായി നിൽക്കുകയാണ്. നമ്മുടെ ബസ്സാണ്. ബസ്സിൻ്റെ ഡ്രൈവർ സാറ് അനൂപ് സാറ്. ബസ് KL 15 A1288 എന്ന് പറയുന്ന വണ്ടിയാണ്. ഞങ്ങൾ രാവിലെ 6 മണിക്ക് കൂത്താട്ടുകുളം KSRTC ബസ് സ്റ്റാൻഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എത്തിയിരിക്കുകയാണ്. ഇനി എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് പുറപ്പെടാനുള്ള തത്രപ്പാടിലാണ്. ഇതിൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഡ്രൈവർ സാറ് നീങ്ങുകയാണ്. ഞാനും വണ്ടിക്കകത്തേക്ക് കയറാൻ പോവുകയാണ്. ഓക്കെ സുഹൃത്തുക്കളെ, ബാക്കി കാര്യങ്ങൾ പിന്നീട് കാണാം. ബായ്.